നമസ്കാരം, ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. യൂട്യൂബിന്റെ പുതിയ 4 അപ്ഡേറ്റ്സുകൾ വന്നിരിക്കുകയാണ്. അതിൽ 2 എണ്ണം മോണിറ്റൈസേഷൻ അപ്ഡേറ്റ് ആണ്. അതിൽ ഒരെണ്ണം നിങ്ങളുടെ ഏർണിങ്സ് കൂട്ടുന്നതിനെ കുറിച്ചുള്ള അപ്ഡേറ്റ് ആണ്. പക്ഷേ രണ്ടാമത്തേത് മോണിറ്റൈസേഷന്റെ കുറച്ച് ബാഡ് അപ്ഡേറ്റ് ആണ്. അപ്പോൾ ഈ 4 അപ്ഡേറ്റ്സുകളെ കുറിച്ച് നമ്മൾ ഇന്നത്തെ വീഡിയോയിലൂടെ നോക്കുന്നതാണ്. അപ്പോൾ നിങ്ങൾ ഈ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ കമന്റ്സ് തന്നെ അറിയിക്കുക. അതുപോലെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ചാനലിനെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഇതിൽ ഒന്നാമത്തെ അപ്ഡേറ്റ് എന്ന് പറയുന്നത് ലൈവ് ചെയ്യുന്നവർക്ക് വേണ്ടിയാണ്. അതായത് നമ്മളിപ്പോൾ ലൈവ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ നമ്മുടെ ലൈവിൽ വരുന്ന ഓഡിയൻസിന്റെ ലീഡർ ബോർഡിന്റെ ഒരു ഫീച്ചർ വന്നിരിക്കുകയാണ്. അപ്പോൾ ആരാണ് ഈ ലീഡർ ബോർഡിൽ വരുന്നത്? നമ്മുടെ ലൈവിലെ ഏറ്റവും കൂടുതൽ സൂപ്പർ ചാറ്റ് ചെയ്യുന്നവർ, കൂടുതൽ സ്റ്റിക്കേഴ്സ് അയക്കുന്നവർ, കൂടുതൽ ചാറ്റ് ചെയ്യുന്നവർ, അതുപോലെ കൂടുതൽ ഗിഫ്റ്റ് അയക്കുന്നവർ, ഇങ്ങനെയുള്ള ഓഡിയൻസ് ആയിരിക്കും ഈ ലീഡർ ബോർഡിൽ വരുന്നത്. നിങ്ങൾ ഈ കാണുന്നത് പോലെ ആയിരിക്കും ആ ലീഡർ ബോർഡ് വരുന്നത്. ഈ ലീഡർ ബോർഡിൽ ഏറ്റവും കൂടുതൽ ടോപ്പിൽ നിൽക്കുന്ന ഈ സൂപ്പർ ചാറ്റും ഒക്കെ ചെയ്യുന്നവരായിരിക്കും നമ്പർ 1 വരുന്നത്. പിന്നെ നമ്പർ 1, നമ്പർ 2, നമ്പർ 3 എന്ന് പറഞ്ഞ് താഴെയായിട്ട് ഈ ഓരോരുത്തരായിട്ട് ഈ ലീഡർ ബോർഡിൽ വരും. ഇതിൽ ഓഡിയൻസിന് പരസ്പരം മത്സരിക്കാം. അവർക്ക് ലീഡർ ബോർഡിൽ ടോപ്പിൽ വരാനായിട്ട് ഓഡിയൻസിന് പരസ്പരം മത്സരിക്കാം. അവർക്കും ഒരു സന്തോഷം കിട്ടും. ഞാൻ ഈ ലൈവിൽ ടോപ്പിലാണ്, ഞാൻ ലീഡർ ബോർഡിൽ ടോപ്പിലാണ്, ആ ഒരു സന്തോഷം അവർക്ക് കിട്ടും. പക്ഷേ ഇതുകൊണ്ട് ക്രിയേറ്ററിന് എന്താണ് ഉപകാരം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ക്രിയേറ്ററിന് കൂടുതൽ ഓഡിയൻസിനെ അവരുടെ ലൈവിൽ ഹോൾഡ് ചെയ്ത് നിർത്താൻ പറ്റും. അങ്ങനെ അവർക്ക് കൂടുതൽ എൻഗേജ്മെന്റ് ആ ലൈവിൽ കയറും. അങ്ങനെ കൂടുതൽ എൻഗേജ്മെന്റ് കയറുമ്പോൾ യൂട്യൂബ് ആ ലൈവിന് കൂടുതൽ റീച്ചും കൊടുക്കും, അവിടെ കൂടുതൽ വ്യൂസും വരും. അത് മാത്രമല്ല, അവർക്ക് ഈ സൂപ്പർ ചാറ്റും ഗിഫ്റ്റ്സും കിട്ടുന്നത് മൂലം അവരുടെ ഏർണിങ്സ് അവിടെ കൂടുകയാണ്. അപ്പോൾ അവരുടെ റവന്യൂ അവർക്ക് കൂടുതൽ കിട്ടും, കൂടുതൽ പൈസ അതിൽ നിന്ന് ഉണ്ടാക്കാൻ പറ്റും. അപ്പോൾ ഇതൊരു നല്ല പോസിറ്റീവ് മോണിറ്റൈസേഷൻ അപ്ഡേറ്റ് ആണ്. കാരണം യൂട്യൂബ് ലൈവ് ചെയ്യുന്നവർക്ക് കൂടുതൽ ഇൻകം കിട്ടണം, ആ ഒരു ഉദ്ദേശത്തോടെ കൊണ്ടുവന്നിരിക്കുന്ന അപ്ഡേറ്റ് ആണിത്. രണ്ടാമത്തെ അപ്ഡേറ്റ് എന്ന് പറയുന്നത് ഡെസ്ക്ടോപ്പ് മോഡിൽ അല്ലെങ്കിൽ നമ്മുടെ മൊബൈലിലൂടെ തന്നെ ഗൂഗിൾ ക്രോമിലൂടെ നമ്മൾ യൂട്യൂബ് അനാലിറ്റിക്സ് ചെക്ക് ചെയ്യുന്നവർക്ക് വേണ്ടിയിട്ടുള്ളതാണ്. അവിടെ ചെയ്താലേ നമുക്കത് കാണാൻ പറ്റത്തുള്ളൂ. കാരണം അവിടെ അനാലിറ്റിക്സിൽ യൂട്യൂബ് ഒരു അഡ്വാൻസ്ഡ് മോഡ് കൊണ്ടുവന്നിട്ടുണ്ട്. ഈ അഡ്വാൻസ്ഡ് മോഡിൽ കയറി കഴിഞ്ഞാൽ നമ്മൾ വിചാരിക്കുന്നത് പോലല്ല, ഒരുപാട് ഫീച്ചേഴ്സ് അതിനുള്ളിൽ യൂട്യൂബ് ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. അതായത് നമുക്ക് വീഡിയോസ് പരസ്പരം കമ്പയർ ചെയ്യാം. ഏത് രീതിയിൽ കമ്പയർ ചെയ്യണോ, വ്യൂസിൻ്റെ ബേസിൽ, വാച്ച് ടൈമിൻ്റെ ബേസിൽ, സബ്സ്ക്രൈബേഴ്സിൻ്റെ ബേസിൽ, ഏത് രീതിയിൽ വേണമെങ്കിലും നമുക്ക് വീഡിയോസിനെ പരസ്പരം കമ്പയർ ചെയ്ത് ഒരു കസ്റ്റം റിപ്പോർട്ട് അവിടെ തയ്യാറാക്കിയെടുത്ത് നമുക്ക് കാര്യങ്ങൾ മനസ്സിലാക്കാൻ പറ്റും. അതുപോലെ തന്നെ ഇനി മുതൽ നിങ്ങൾക്ക് ഒരു കീവേഡ്സിന് വേണ്ടിയോ പുതിയ വീഡിയോസിനുള്ള ഐഡിയാസിന് വേണ്ടിയോ ഒരു തേർഡ് പാർട്ടി ആപ്ലിക്കേഷൻ യൂസ് ചെയ്യേണ്ട ആവശ്യം വരത്തില്ല. യൂട്യൂബ് തന്നെ നിങ്ങളുടെ ചാനലിനെ മനസ്സിലാക്കി ഇതിനുള്ള കാര്യങ്ങളെല്ലാം ഈ അഡ്വാൻസ്ഡ് മോഡിനുള്ളിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അത് മാത്രമല്ല, ഇതിന്റെ യൂസർ ഇന്റർഫേസ് യൂട്യൂബ് വളരെ നന്നായി തന്നെ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾ ഈ അഡ്വാൻസ്ഡ് മോഡിൽ കയറി കാര്യങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് വളരെ എളുപ്പത്തിൽ തന്നെ കാര്യങ്ങൾ മനസ്സിലാവും. എങ്കിലും നിങ്ങൾക്ക് ഈ അഡ്വാൻസ്ഡ് മോഡ് യൂസ് ചെയ്തിട്ട് എങ്ങനെ നിങ്ങളുടെ ചാനലിനെ ഗ്രോ ചെയ്യാം, എങ്ങനെ പുതിയ കണ്ടന്റ്സിന് കാര്യങ്ങൾക്കുള്ള കാര്യങ്ങൾ മനസ്സിലാക്കാം, ഇത് നിങ്ങൾക്ക് അറിയണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ കമന്റ്സിൽ അറിയിക്കുക. ഞാൻ അതിനെക്കുറിച്ചുള്ള ഒരു വീഡിയോ ചെയ്യുന്നതായിരിക്കും. മറ്റൊരു അപ്ഡേറ്റ് ആണ് ക്രിയേറ്റർ ഡേറ്റ കൺസെന്റ്. ഇത് നിങ്ങൾക്ക് യൂട്യൂബ് സ്റ്റുഡിയോയിൽ തന്നെ കിട്ടും. ഇത് നിങ്ങൾക്ക് ഓൺ ചെയ്യാനും ഓഫ് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ ഉണ്ട് അവിടെ. നിങ്ങൾ ഇത് ഓൺ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ ചാനൽ ഡേറ്റ യൂട്യൂബ് ടൂൾസിലേക്ക് ഷെയർ ചെയ്യും. അവിടെ നിന്നും വലിയ വലിയ ബ്രാൻഡ്സിന് നിങ്ങളുടെ ചാനൽ ഡേറ്റ ആക്സസ് ചെയ്യാൻ പറ്റും. നിങ്ങളുടെ ചാനലിനെ കുറിച്ച് മനസ്സിലാക്കാൻ പറ്റും. നിങ്ങളുടെ പേഴ്സണൽ ഡീറ്റെയിൽസ് അല്ല അവർക്ക് കാണാൻ പറ്റുന്നത്, നിങ്ങളുടെ ചാനലിന്റെ ഡെമോഗ്രഫിക് ഡീറ്റെയിൽസ് ആണ് അവരവിടെ മനസ്സിലാക്കുന്നത്. അതായത് നിങ്ങളുടെ ചാനലിന്റെ ഗ്രോത്ത്, അതിൽ നിങ്ങളുടെ വീഡിയോസ് കാണുന്ന ആളുകളുടെ എണ്ണം, എത്ര ആളുകൾ കാണുന്നുണ്ട്, ഫീമെയിൽ എത്ര, മെയിൽ എത്ര, ഏത് കൺട്രിയിലുള്ള ആളുകളാണ് കാണുന്നത്, ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് അവർക്ക് അതിലൂടെ കാണാൻ പറ്റുന്നത്. ഇതിനനുസരിച്ച് ഈ ബ്രാൻഡ്സിന് നിങ്ങൾക്ക് സ്പോൺസർഷിപ്പ് ഓഫർ ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ അവിടെ കിട്ടും. ഈ ഒരു കാര്യത്തിന് വേണ്ടിയിട്ടാണ് ഇതിനെ ഓൺ ചെയ്ത് കൊടുക്കുന്നത്. നിങ്ങൾക്ക് എല്ലാവർക്കും ഇതിനെക്കുറിച്ച് നോട്ടിഫിക്കേഷൻ കിട്ടിയിട്ടുണ്ടാവും. പലരും എന്നോട് ചോദിച്ചതിനനുസരിച്ച് ഇത് എങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് ഞാൻ പറഞ്ഞിരുന്നു. പക്ഷേ ഞാനൊരു വീഡിയോ ആ സമയത്ത് ചെയ്തിരുന്നില്ല. പക്ഷേ ഒരുപാട് ആളുകൾ ഇതിനെക്കുറിച്ച് വീഡിയോ ചെയ്തിട്ടുണ്ട്. അതിൽ 1-2 വീഡിയോയിൽ ഞാനൊരു കാര്യം ശ്രദ്ധിച്ചു. അവർ തെറ്റായ രീതിയിലാണ് ഇത് എങ്ങനെ ഓൺ ചെയ്യണം എന്നുള്ളത് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഞാനിവിടെ ചെറുതായിട്ടൊന്ന് കാണിക്കാം. നിങ്ങൾക്ക് ആർക്കെങ്കിലും തെറ്റിപ്പോയിട്ടുണ്ടെങ്കിൽ ഇവിടെ അതങ്ങ് തിരുത്തിയേക്കുക. ഇവിടെ നോക്കാൻ ഞാൻ എൻ്റെ യൂട്യൂബ് സ്റ്റുഡിയോയിൽ ചാനൽ സെറ്റിംഗ്സ് ഓപ്പൺ ചെയ്തിരിക്കുകയാണ്. ഇവിടെ നിങ്ങൾ ചാനലിൽ ക്ലിക്ക് ചെയ്യുക. ഇവിടെ നോക്കുക അഡ്വാൻസ്ഡ് സെറ്റിംഗ്സിൽ ക്ലിക്ക് ചെയ്യുക. ഇനി കുറച്ച് താഴേക്ക് ഇവിടെ വന്നു കഴിഞ്ഞാൽ ഇവിടെ നോക്കുക ചാനൽ ഇൻസൈറ്റ് ഷെയറിംഗ് എന്ന് പറഞ്ഞിട്ട് ഇവിടെ നോക്കുക ഞാനിത് ടിക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അലൗ അഡ്വർടൈസേഴ്സ്, ബ്രാൻഡ്സ് ആൻഡ് തേർഡ് പാർട്ടി പ്ലാറ്റ്ഫോംസ് ടു വ്യൂ ചാനൽ ഇൻസൈറ്റ്സ് ഫോർ ഏർണിംഗ് ഓപ്പർച്യൂണിറ്റീസ്. ഇതിനെയാണ് നിങ്ങൾ ടിക്ക് ചെയ്ത് കൊടുക്കേണ്ടത്. അല്ലാതെ കുറച്ചും കൂടെ താഴോട്ട് വന്നു കഴിഞ്ഞാൽ ഇവിടെ നോക്കുക അഡ്വർടൈസ്മെന്റ്സ് എന്ന് പറഞ്ഞിട്ട് ഇവിടെ ഡിസേബിൾ ഇൻട്രസ്റ്റ് ബേസ്ഡ് ആഡ്സ് എന്ന് പറഞ്ഞിട്ട് ഇതിനെ ഒരിക്കലും നിങ്ങൾ ടിക്ക് ചെയ്ത് കൊടുക്കരുത്. ഞാൻ ഏതൊക്കെയോ വീഡിയോയിൽ കണ്ടിരുന്നു, പലരും ഇതിനെ ടിക്ക് ചെയ്ത് കൊടുക്കാൻ പലരും പറയുന്നുണ്ട്. ഇത് തെറ്റായ ഒരു സംഭവമാണ്. കാരണം ഇത് നിങ്ങൾ ക്ലിക്ക് ചെയ്ത് കൊടുത്താൽ നിങ്ങളുടെ മോണിറ്റൈസ് ആയ ചാനലാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഏർണിങ്സ് കുറഞ്ഞു പോകും. നിങ്ങൾക്ക് ചില അഡ്വർടൈസ്മെന്റ്സ് നിങ്ങളുടെ ചാനലിൽ കയറത്തില്ല. അതുകൊണ്ട് ഇതിനെ ക്ലിക്ക് ചെയ്യാതെ തന്നെ വിടുക. ഇവിടെ മുകളിൽ ഇവിടെ നോക്കുക ചാനൽ ഇൻസൈറ്റ് ഷെയറിംഗ് എന്ന് പറഞ്ഞ് കൊടുത്തിട്ടുണ്ട്. ഇതിനെയാണ് നിങ്ങൾ ക്ലിക്ക് ചെയ്യേണ്ടത്. അപ്പോൾ ഇത് ടിക്ക് ചെയ്ത് കൊടുക്കണോ വേണ്ടെന്നുള്ള നിങ്ങളുടെ ഇഷ്ടമാണ്. നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ ഇത് ടിക്ക് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നിങ്ങളുടെ ഈ ചാനലിന്റെ ഡേറ്റയും മറ്റു ബ്രാൻഡ്സിന്റെ അടുത്തേക്ക് പോകും. അവർക്ക് ഇഷ്ടപ്പെട്ട ഒരു ചാനലാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അവരിൽ നിന്ന് സ്പോൺസർഷിപ്പ് കിട്ടിയെന്ന് വരാം. അടുത്തതെന്ന് പറയുന്നത് ഈ ജൂലൈ 15 ശേഷം യൂട്യൂബ് കൊണ്ടുവന്ന മോണിറ്റൈസേഷൻ പോളിസിയിൽ ഉണ്ടായിരുന്ന മാറ്റങ്ങളിൽ ഈ റീയൂസ്ഡ് കണ്ടന്റ്, റിപ്പീറ്റീവ് കണ്ടന്റ്, മാസ് പ്രൊഡ്യൂസ്ഡ് കണ്ടന്റ്, അതുപോലെ തന്നെ ഈ AI മാത്രം യൂസ് ചെയ്ത് ക്രിയേറ്റ് ചെയ്യുന്ന വീഡിയോസ്, ഇത്തരത്തിലുള്ള വീഡിയോസ് നിങ്ങൾ ഇനി മുതൽ പോസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് വരുന്ന വയലേഷൻ്റെ ആ ഇമെയിലിൽ ഈ സെപ്പറേറ്റ് പേരിലായിരിക്കത്തില്ല അത് കാണിക്കുന്നത്. അവിടെ
അവിടെ കാണിക്കുന്നത് ഇൻഓതറൈസ്ഡ് കണ്ടന്റ് എന്ന പേരിലായിരിക്കും നിങ്ങൾക്ക് മെയിൽ വരുന്നത്. എന്ന് പറഞ്ഞാൽ യൂട്യൂബ് അടിവരയിട്ട് പറയുകയാണ്, ഇത്തരത്തിലുള്ള കണ്ടന്റ്സ് ഇനി മുതൽ യൂട്യൂബിൽ നിങ്ങൾ പോസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ ചാനൽ ഇനി മോണിറ്റൈസ് ആകത്തില്ല. കാരണം ഈ എല്ലാ കാര്യങ്ങളും കൂടെ ഒന്നിച്ച് ഈ ഇൻഓതറൈസ്ഡ് കണ്ടന്റ് എന്ന പേരിൽ അവർ YPPയുടെ മോണിറ്റൈസേഷൻ പോളിസിയിൽ രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞു. പലരും പറയുന്നുണ്ട് നമുക്ക് ഇങ്ങനെ ചെയ്ത് അങ്ങനെ ചെയ്ത് മറ്റ് പല കാര്യങ്ങളിലൂടെയൊക്കെ ചെയ്ത് യൂട്യൂബിനെ പറ്റിച്ച് ഈ AI വീഡിയോസും റീയൂസ്ഡ് കണ്ടന്റും ഒക്കെ നമുക്ക് മോണിറ്റൈസ് ചെയ്യാം എന്ന് പറയുന്നവരുണ്ട്. പക്ഷെ നടക്കുന്ന കാര്യമല്ല, യൂട്യൂബിനെ പറ്റിക്കുന്ന പരിപാടി നടക്കത്തില്ല. കാരണം AI പവേഡ് ആണ് യൂട്യൂബിന്റെ അൽഗോരിതം ഇപ്പോൾ. പക്ഷേ യൂട്യൂബ് തന്നെ AI ഫീച്ചർ യൂട്യൂബിന്റെ മൊബൈൽ ആപ്പിൽ കൊണ്ടുവരാൻ പോവുകയാണ്. അതിനെക്കുറിച്ചുള്ള വീഡിയോ ഞാൻ 2 ദിവസം മുമ്പ് ചെയ്തിരുന്നു. ആ വീഡിയോ കാണാത്തവരെ ഈ ഐ ബട്ടൺ ക്ലിക്ക് ചെയ്ത് ആ വീഡിയോ കാണുക. കാരണം ആ ഫീച്ചർ വന്നു കഴിഞ്ഞാൽ കുറേ കാര്യങ്ങൾ നമുക്ക് യൂട്യൂബിന്റെ മൊബൈൽ ആപ്പിൽ തന്നെ ചെയ്യാൻ പറ്റും. ഫോട്ടോ ടു വീഡിയോ ചെയ്യാൻ പറ്റും. അതേപോലെ AI പ്ലേ ഗ്രൗണ്ട് കൊണ്ടുവരുന്നുണ്ട്. നമുക്ക് കുറേയൊക്കെ AI വീഡിയോസ് യൂട്യൂബിന്റെ മൊബൈൽ ആപ്പിൽ തന്നെ ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. അങ്ങനെ യൂട്യൂബിൽ തന്നെ നമ്മൾ ചെയ്യുന്ന വീഡിയോസിനെ നമുക്ക് പോസ്റ്റ് ചെയ്യാം, അത് മോണിറ്റൈസ് ചെയ്തെടുക്കാം. അല്ലാതെ സെപ്പറേറ്റ് ആയിട്ട് നമ്മൾ AI ജനറേറ്റഡ് വീഡിയോസ് ഒക്കെ പോസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ, അതുപോലെ റീയൂസ്ഡ് കണ്ടന്റ് വീഡിയോസ് ഒക്കെ പോസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ അത് നടക്കുന്ന കാര്യമല്ല. യൂട്യൂബിന് അത് മനസ്സിലാവും. എങ്ങനെയും യൂട്യൂബ് അൽഗോരിതത്തെ പറ്റിക്കാമെന്ന് നോക്കണ്ട, അത് നമ്മുടെ ചാനൽ മോണിറ്റൈസ് ചെയ്യത്തില്ല. അപ്പോൾ ഇതാണ് ആ 4 കാര്യങ്ങൾ. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ കമൻസ് തന്നെ അറിയിക്കുക. അതുപോലെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ചാനലിനെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഇതുപോലെ യൂസ്ഫുൾ ആയ മറ്റൊരു വീഡിയോ നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും ഗുഡ് ബൈ.